ഹായ് ബ്രൈറ്റൻ അപ്പിലെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല വീഡിയോസ് ഇടുന്നുണ്ട്. ആ വീഡിയോസിൽ കമന്റ്സ് വരുന്നതിൽ കുറെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മെയിൽസിലും ഫീമെയിൽസിലും പൊതുവേ കോമൺലി കാണുന്ന ഒരു പ്രോബ്ലമാണ് ഹെയർ ഫോൾ. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അത് പലർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്. ഹെയർ ഫോളുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല ഡൗട്ട്സ് ആണ്. എന്തൊക്കെ കാരണം കൊണ്ട് ഹെയർ ഫോൾ വരുന്നു, ഹെയർ ഫോൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ടോ, എത്ര നാൾ എടുക്കണം, ഒറ്റ സിറ്റിംഗിൽ നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ, മെഡിസിൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതിയോ, അതോ വന്ന് ഇൻ ക്ലിനിക് ട്രീറ്റ്മെന്റ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ ഹെയർ ഫോളിന് വേണ്ടിയിട്ട്. സോ ഇങ്ങനെയുള്ള പല ഡൗട്ട്സിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കോമൺലി ചോദിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്കിത് നോക്കാം. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഹെയർ ഫോൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഒരു എക്സ്റ്റേണൽ കോസസും ഒരു ഇന്റേണൽ കോസസും ഇങ്ങനെ രണ്ട് രീതിയിൽ തിരിക്കാം. അതിൽ ഇന്റേണൽ കോസസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ബയോട്ടിൻ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, PCOD കണ്ടീഷൻസ്. സോ ഇങ്ങനെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ ഇന്റേണൽ കോസ് കാരണം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എക്സ്റ്റേണലി കുറേ കോസ് ഉണ്ട്. എക്സ്റ്റേണൽ കോസസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ കെയർ പ്രോപ്പർ ആവാതിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഡാൻഡ്രഫ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് നേരം ചൂട് എന്നുള്ള സാഹചര്യം, അപ്പോൾ അതായത് ഇപ്പോൾ ക്യാപ്പ് യൂസ് ചെയ്യുന്നവർ, ഒരുപാട് നേരം ക്യാപ്പ് യൂസ് ചെയ്ത് തലയിൽ ഹീറ്റ് നിൽക്കുന്നവർക്ക്, അതുപോലെ ചില ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ചില കെമിക്കൽസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെ പല എക്സ്റ്റേണൽ കോസസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഹെയർ ഫോളിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ചിന്തിക്കാം, നമുക്ക് എപ്പോഴാണ് ഹെയർ ഫോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ദിവസം നമുക്കൊരു 100 മുടി വരെ നമുക്ക് നഷ്ടപ്പെടാം. സോ അത് നോർമലാണ്. പക്ഷേ നമ്മളിപ്പോൾ തല ചീകുമ്പോഴോ അല്ലെങ്കിൽ രാവിലെ കിടന്ന് എണീക്കുന്ന സമയത്ത് ബെഡിൽ നോക്കുമ്പോഴോ നമുക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിൽ ഫീൽ ചെയ്യുന്നു, ഒരു ബഞ്ചായിട്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ കോസ് എന്ന് കണ്ടെത്തുക. ഇപ്പോൾ എക്സ്റ്റേണൽ ആവാം, ഇന്റേണൽ ആവാം. ഇന്റേണലി ആയിട്ട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പ്രിവെന്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇന്റേണൽ കോസസ് ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആക്ച്വലി നോർമൽ ലെവലിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ട്രീറ്റ്മെന്റ്സിലൂടെ നമുക്ക് ഹെയർ ഫോൾ പെർമനന്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ടെക്നിക്കാണ് ഈ ഹെയർ ഫോളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? സോ അത് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എന്താണോ കോസ് അത് നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സിക്കുക. അതിനുശേഷം നമുക്ക് ക്ലിനിക്കിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. PRP ഉണ്ട്, GFC ഉണ്ട്, ബയോട്ടിൻ PRP ഉണ്ട്, അതുപോലെ ത്രെഡ്സ് ഉണ്ട്, മീസോ തെറാപ്പീസ് ഉണ്ട്, പിന്നെ സ്റ്റെം സെൽ തെറാപ്പി ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഓരോന്നും പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പോൾ PRP നമുക്കൊരു 6 to 8 സെഷൻസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു 8 മാസം കൊണ്ടായിരിക്കും നമുക്ക് ആ റിസൾട്ട് ഉണ്ടാകുന്നത്. GFC ആകുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. നമുക്ക് ആ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു 4 to 6 മന്ത്സിനുള്ളിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോണോ ത്രെഡ്സ് ഉണ്ട്. നമ്മൾ സ്കാൽപ്പിൽ ത്രെഡ്സ് ഇടുന്ന ഒരു ഫോർമാലിറ്റി ഉണ്ട്. സോ അത് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ ഫോളിക്കിൾസ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും, അതുവഴി നമ്മുടെ ഈ ചിലർക്ക് കാണുന്നില്ലേ, തിക്നെസ് കുറവായിരിക്കും, ഡെൻസിറ്റി കുറവായിരിക്കും, അങ്ങനെ നമ്മുടെ തല കാണുന്ന സ്കാൽപ്പ് കാണുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഈ പറയുന്ന ടെക്നിക്സിലൂടെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ഓരോന്നിനും ഇപ്പോൾ PRP ആയാലും GFC ആയാലും ത്രെഡ്സ് ആയാലും നമുക്ക് ഓരോന്നിനും ഒരു മിനിമം ഡ്യൂറേഷൻ ഉണ്ട്, മിനിമം സെഷൻസ് ഉണ്ട്. ഇത് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ടിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. സോ ഇനി അടുത്ത എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്, GFC ആണോ PRP ആണോ ബെറ്റർ? നമ്മുടെ PRP എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആൻഡ് GFC എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. PRPയിലാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവണം, പ്ലാസ്മ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. മറ്റില്ലെന്ന് പറയുമ്പോൾ GFCയിലെന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സും കൂടെ ആഡ് ഓൺ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്ഷൻസും കുറവായിരിക്കും. PRPയുടെ അത്ര സെക്ഷൻസും നമുക്ക് GFCക്ക് വേണ്ടി വരത്തില്ല. സോ എന്തുകൊണ്ടും PRPനേക്കാളും ബെറ്റർ GFC തന്നെയാണ്. കൂടുതലും നമുക്കിപ്പോൾ നമ്മുടെ ക്ലിനിക്ക് ട്രിവാൻഡ്രത്താണല്ലോ. സോ ഒരുപാട് വിദേശത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ മറ്റേ എറണാകുളം, കോഴിക്കോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമുക്ക് ഒറ്റ സെഷനിൽ ഈ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ഞങ്ങൾ ആക്ച്വലി ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. അതായത് നമ്മൾക്ക് ഫസ്റ്റ് സെഷൻ നമ്മളൊരു GFC സ്റ്റാർട്ട് ചെയ്യും. സോ ആ GFC സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മോണോ ത്രെഡ്സ് സ്കാൽപ്പിൽ ഇടുന്നതായിരിക്കും. സോ ഈ മോണോ ത്രെഡ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങോട്ട്, അതായത് നെക്സ്റ്റ് മന്തോ അതിൻ്റെ അടുത്ത മന്തോ ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ കൊളാജൻ ബൂസ്റ്റ് ഉണ്ടാവും. സോ ഈ കൊളാജൻ ബൂസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് കൂടുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് ശരിക്കും ഈ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് അവിടെ ചെയ്യാൻ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ
ഇങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് ഒറ്റ സെഷനിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ അതിന് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ബയോട്ടിൻ സപ്ലിമെൻറ്റ് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കേണ്ടി വരും. സോ സപ്ലിമെൻറ്റ് കുറച്ച് നാൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷേ പ്രൊസീജിയർ നിങ്ങൾക്ക് ഒറ്റ വിസിറ്റിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് GFCയിലൊക്കെ കിട്ടുന്ന എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അതേപോലത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒറ്റ സെഷനിലും കിട്ടുന്നതായിരിക്കും. സോ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഹെയർ ഫോളിനെ കുറിച്ചും ഹെയർ ഫോളിന് ചെയ്യുന്ന ടെക്നിക്സിനെ കുറിച്ചും എത്ര സെഷനിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടത് നമ്പർ എന്തായാലും ഞങ്ങൾ താഴെ കൊടുക്കാം. സോ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പം ഡിസ്റ്റൻസിലായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് എടുക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്തിട്ട് പ്രൊസീജിയറിനിട്ട് വന്നാൽ മതി. അതല്ലാണ്ട് നിങ്ങൾക്ക് നിയർ ബൈ വരാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം ക്ലിനിക്കിൽ തന്നെ വരാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായി കാണാം. ബൈ.